ഇന്ന് നമുക്കേ ഒരു ചിഹ്നം പരിചയപ്പെട്ടാലോ? ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവർക്ക് ഈ ചിഹ്നം എന്താണെന്നറിയോ? അപ്പോൾ നമ്മൾ കണ്ടുല്ലേ, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വാവ് കണ്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തുണ്ടാവും. ഈ ചിഹ്നം നോക്കണം നിങ്ങൾ, നമ്മളെല്ലാവരും ഡ്രൈവർമാരാണല്ലോ അല്ലേ? അപ്പോൾ ഈ ചിഹ്നങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യണം വാവേ? എന്ത് ചെയ്യണം? വണ്ടി പതുക്കെ പോകണം. കാരണം എന്താ വെച്ചാൽ ശ്രദ്ധ ചെലുത്തി പോകണം. കാരണം ഇതിന് ചരൽ റോഡ് എന്നാണ് പറയാം. ഇതാണ് ചരൽ റോഡ്, ഇതാണ് ഇതിൻ്റെ ഇത്. അതായത് അതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞു കേട്ടോ. അയഞ്ഞ ഭൂമിയോ ചരലോ റോഡിൽ പതിച്ചു കൊണ്ടിരിക്കുന്ന മലയോര റോഡുകളിലാണ് സാധാരണയായി ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ചിഹ്നത്തിന് ശേഷം ഡ്രൈവർ സാവധാനത്തിലും ശ്രദ്ധാപൂർവവും വാഹനം ഓടിക്കണം. കാരണം ചെറിയ അശ്രദ്ധയാണ് ഇവിടെ വലിയ അപകടങ്ങൾക്ക് കാരണമാക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ മലയോര ഏരിയ കൂടെയൊക്കെ പോകുമ്പോഴാണ് കാണുക. കാരണം മണ്ണിടിച്ചൽ, റോഡിൽ ചരൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധാപൂർവം പോകണം. വേറെ സാധനം കാണിച്ചാൽ ഇതുണ്ടോ, ഇത് നമ്മളെ വണ്ടിയിലൊക്കെ ഉണ്ടായാലുണ്ട്. നിങ്ങൾ കരുതും ട്രാക്ഷൻ കൺട്രോളിൻ്റെ ചിഹ്നമാണെന്ന് കരുതും, പക്ഷെ ഇത് അതല്ല. ഇത് അതേക്കെ മോഡലിൽ തന്നെയാണ്, പക്ഷേ ഇത് സ്ലിപ്പറി റോഡാണ്. അതായത് ഈ അടയാളം മുന്നോട്ടുള്ള റോഡിൻ്റെ സ്ലിപ്പറി അവസ്ഥയെ സൂചിപ്പിക്കുന്നു. വെള്ളം ഒഴുകുകയോ എണ്ണ ചോർച്ച മുതലായവയോ ആകാം. അതായത് ഈ ഓയിലൊക്കെ നിൽക്കുന്ന റോഡ് അല്ലേ, അല്ലെങ്കിൽ വെള്ളം ഒഴുകി വന്ന് സ്ലിപ്പാവാൻ സാധ്യതയുള്ള റോഡിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഈ ചിഹ്നം. അപ്പോൾ ഇതൊക്കെ കണ്ട ശ്രദ്ധപൂർവ്വം പോകണം. അപ്പോൾ തീർച്ചയായിട്ടേ ചെറിയൊരു അറിവാണ്, ഓരോ അറിവും ചെറുതല്ല, ചെറിയ അറിവും ചെറുതല്ല അല്ലേ? ഭാരപ്പെടുന്നവർക്ക് ഭാരപ്പെടട്ടെ. ഇത് ഷെയർ ചെയ്ത് തുടക്കിട്ടോ, അറിയാത്ത ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് തുടക്കി, അറിയുന്ന ആളുകളൊക്കെ ക്ഷമിക്കുക. ഞങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും വരും. ഒരു യാത്രയിൽ ഇങ്ങനെ രസമായിട്ട് എടുത്തതാണ്. അപ്പോൾ താങ്ക് യു.